ചോദ്യം വായിക്കുക. 2⁻15 പ്ലസ് 2⁻15 ഈക്വൽ ടു 2⁻n ആയാൽ n എത്ര? തന്നിരിക്കുന്ന കാര്യം എഴുതിയിടുകയാണ്. 2⁻15 2⁻15 കൂടെ കൂട്ടിയപ്പോൾ 2⁻n കിട്ടി. അപ്പം നമുക്ക് മനസ്സിലാകുന്നതിനായിട്ട് നമുക്ക് ഏതൊരു സംഖ്യ എടുത്താലും അയാളുടെ ഇൻറ്റു 1 ഉണ്ടെന്നാണ്. അപ്പം ഞാനിവിടെ 2⁻15 ഇൻറ്റു 1 കാണിക്കുന്നു. അതാണ് എൻ്റെ ആദ്യത്തെ 2⁻15 കാണിച്ചത്. രണ്ടാമത്തെ എന്ത് തന്നെ അങ്ങനെ തന്നെ കാണിക്കണം. 2⁻15 ഇൻറ്റു 1 തന്നെ കാണിക്കണം. ഇതാണ് 2⁻n. എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഈ രണ്ടാളിലും കോമൺ ഫാക്ടർ ആരാണ്? പൊതുവായിട്ട് 2⁻15 ഉണ്ട്. ഒന്നിനെ നമ്മൾ കോമൺ ഫാക്ടറായിട്ട് എടുക്കാറില്ല. ഒന്നിനെ നമ്മൾ ആലോചിക്കേണ്ട. 2⁻15 രണ്ടിലും കോമൺ ഫാക്ടർ. അപ്പോൾ ഇവിടുന്ന് ഈ 2⁻15 പുറത്തെടുത്താൽ മിച്ചം ഇവിടെ ഉള്ളത് ആരാണ്? 1 പറയുന്ന ഒരാളാണ്. പ്ലസ് ഇവിടെയും 2⁻15 പുറത്തെടുത്തു, മിച്ചം അവിടെയും ആരുണ്ട്? 1 ഉണ്ട്. ഇതാണ് 2⁻n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2⁻15 ഉണ്ട് ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്ന 1 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഇസിക്കൽ എത്ര? 2⁻n. വെറുതെ ഒരു 2 കാണിച്ചാൽ അതിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇയാൾ നമുക്ക് a⁻m ഇൻറ്റു a⁻n എന്ന് ഉപയോഗിക്കാം. അപ്പോൾ 2⁻m എത്രയാണ്? a⁻m+n എന്നാണ്. അങ്ങനെ 15ഉം 1ഉം എത്ര കിട്ടി? 16 കിട്ടാം. ഇതാണ് 2⁻n. അപ്പോൾ നമുക്ക് കിട്ടി 2⁻16 ഇസിക്കൽ 2⁻n. 2 ബേസ് എലമെൻറ്റിന് തുല്യമാണ്. അപ്പോൾ പവറുകൾ തുല്യമായിരിക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയാം? n ഇസിക്കൽ എത്രയെന്ന് പറയാം? 16 എന്ന് പറയാം. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിന് ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് 1 വേർഡ് ഉള്ളതാണ്. ഇത് സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കുറേ പ്രാക്ടീസ് ആയിക്കോളും. 1 വേർഡ് ആകും. ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത്.